വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയിട്ട് വീട്ടിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാ സവാള അരിഞ്ഞ് വെച്ചതാണ്, തക്കാളി അരിഞ്ഞിട്ടുണ്ട്, മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത്. ഇതാ ബിരിയാണിയുടെ മുകളിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ സവാള വറുത്തെടുത്താണ് കാണുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുക, മുന്തിരി വറുത്തെടുക്കുക. നോർമലി നമ്മൾ ചെയ്യണ പോലെ ഇളം ബ്രൗൺ നിറമാകുമ്പോൾ രണ്ടും കോരി എടുക്കുക. ഇത്ര ആവാൻ പാടുള്ളൂ കേട്ടോ. ഇത് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാള, ഇത് പിന്നെ ബിരിയാണിക്ക് അരിഞ്ഞ് വെച്ചതാണ്. ആ ബിരിയാണിക്ക് അരിഞ്ഞ് വെച്ച സവാള നമ്മൾ ആഡ് ചെയ്തു. ഇത് മീൻ ജസ്റ്റ് വറക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പച്ചക്കുത്ത് മാറണ വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. അത് ചിക്കനും മീനും കഴുകി വെച്ചാണത്, ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളൂ. അതിന് ശേഷം അതാ പച്ചമണം മാറി വരുമ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയാണ് ഞങ്ങൾ ആഡ് ചെയ്യണത്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് വരണ്ട് വരുമ്പോൾ ഗരം മസാല, നമ്മുടെ മെയിനായിട്ട് ചേർക്കേണ്ടതാണ് ഗരം മസാല. അത് കഴിഞ്ഞിട്ട് കഴുകി ഊറ്റി മാറ്റി വെച്ച് നിൽക്കുന്ന ചിക്കൻ കഷ്ണം, ബിരിയാണി കട്ട ഇതിട്ടാണ് ചിക്കൻ വാങ്ങിച്ചത്, അതുകൊണ്ടാണ് ഇത്ര വലിയ പീസായിട്ടിരിക്കണേ. എന്നിട്ട് അപ്പോൾ ഗ്രേവിയിലോട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഉപ്പും. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, സവോള, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ളൂ. അതിന് ശേഷം കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. മസാലയിൽ നല്ലോണം ജോയിൻ്റ് ആക്കുക. എന്നിട്ട് ചിക്കൻ ഒരു വെള്ള നിറമാവും ജസ്റ്റ് ഒന്ന് ആവി കയറുമ്പോൾ, അത് വരെ ഇട്ട് നല്ലോണം ആ മസാലയിലിട്ട് വയറ്റണം. കണ്ടോ, ഈ ഒരു സ്റ്റേജ് ആവണ വരെ നമ്മൾ വയറ്റണം. അതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വെച്ചത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പൊക്കത്ത് തന്നെ തക്കാളിയും കൂടി ഇതിൻ്റെ ഒപ്പം നമ്മൾ ചേർക്കണുണ്ട്. മല്ലിയില, പുതിനയില, തക്കാളി, ഇച്ചിരി തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നാരങ്ങ നീരാണ് പിഴിയണത്. നാരങ്ങ നീര് പിഴിഞ്ഞു, അതിന് ശേഷം തൈരും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം ഇളക്കണം. വെള്ളം ഒഴിക്കാനൊന്നും പാടില്ല ഇതിലോട്ട്. ചിക്കനിൽ നല്ല വെള്ളമുണ്ട് ഓൾറെഡി. ഞങ്ങൾ ചിക്കനിൽ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ വേറെ സെപ്പറേറ്റ് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ആ ചിക്കനിലെ വെള്ളം ഇങ്ങനെ ഓടി ഇറങ്ങി വന്നോളും. അതിന് ശേഷം ഇത് മീൻ മുളക് വരട്ടണ സീനായിരുന്നു കേട്ടോ. ഇതിലൊന്നുമില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെച്ചിട്ട് മീൻ മുളക് വരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ റൈസ് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, ബേ ലീഫ്, നമ്മുടെ റൈസ്, ബിരിയാണി റൈസ് കുക്ക് ചെയ്യാനുള്ള പൂവാണ്. അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഒഴിച്ചതാണ് കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്തതിന് ശേഷം സവോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ജസ്റ്റ് ഒന്ന് മിക്സായി മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമ്മൾ കഴുകി വെച്ച് വാരിയിരിക്കുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കാം. അരി ഇങ്ങനെ നല്ലോണം എണ്ണയിലിട്ട് വറക്കണം. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് വിട്ട് കിട്ടാനാണ്, കൂട്ടി പിടിക്കരുതല്ലോ അരി, അതിന് വേണ്ടിയിട്ടാട്ടോ മിക്സ് ചെയ്തത്. അതിന് ശേഷം വെള്ളം ഒഴിച്ച് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ചിക്കൻ തുറന്ന് നോക്കിയപ്പോൾ അതിൽ വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് പറഞ്ഞത് വെള്ളം ഒഴിക്കരുതെന്ന്, കാരണം അത്രയും വെള്ളം ചിക്കനിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഗ്രേവിയിൽ കിടന്ന് തന്നെ വേവണം. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചിക്കൻ ആയി എന്ന് മനസ്സിലായപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് നേരത്തെ സവാള അത് ആദ്യം വറുത്ത് വെച്ചില്ല, അതിൽ നിന്ന് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താണ്. ഇത് മീൻ മുളക് വരട്ടിയത് അതേസമയം തന്നെ ഞങ്ങൾ വറക്കണ ഒരു സീനായിരുന്നു. അപ്പോൾ ഓക്കെ, ഇനി ദം ഇടുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ റൈസും ചിക്കനും ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബിരിയാണി വെച്ച പാത്രത്തിന് തന്നെയാണ് കേട്ടോ ദമ്മിടാൻ പോണത്. ഫസ്റ്റ് തന്നെ ലെയറായിട്ട് ചിക്കൻ അറേഞ്ച് ചെയ്യുക. ഞങ്ങൾ ഒറ്റ ലെയറായിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ചിക്കൻ ലെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുക്കത്ത് കൂടെ ചോറ്, ബിരിയാണി റൈസ് ലെയറായിട്ട് കൊടുക്കുക. ഗ്യാപ്പില്ലാണ്ട് എല്ലാ സ്ഥലവും നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുക. ദമ്മിട്ട് കഴിക്കണത് ഒരു വേറെ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോർമലി ബിരിയാണി വേറൊരു ടേസ്റ്റ്, ഇത് ദമ്മിട്ട് കഴിക്കുന്നത് അത് വേറൊരു ടേസ്റ്റ്, അങ്ങനെ. അപ്പോൾ അപ്പോൾ ചിക്കൻ ആഡ് ചെയ്തു. അതിന് ശേഷം റൈസ് ലെയർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചിക്കൻ ആഡ് ചെയ്യണവർക്ക് ആഡ് ചെയ്യാം, ഞങ്ങൾ ആഡ് ചെയ്യണില്ല. ഞങ്ങളിനി പൊക്കത്ത് സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമ്മുടെ പുതിനയില, മല്ലിയിലടി ചെറിയൊരു ജസ്റ്റ് ഒന്ന് ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് എയർ കിടക്കാത്ത വിധം അടയ്ക്കണം. അലുമിനിയം ഫോയിൽ കുറച്ചെടുത്തിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ അളവ് നോക്കിയിട്ട് നല്ലോണം വട്ടത്തിൽ അടച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ അത്യാവശ്യം ഗ്യാപ്പില്ലാണ്ട് പൊട്ടിപ്പോവാത്ത രീതിയിൽ
അടച്ചു വെച്ച് കൊടുക്കുക. ഞങ്ങൾ 2 പേപ്പറോളം എടുത്തിട്ടുണ്ടാവും കേട്ടോ, കാരണം അത് തികഞ്ഞില്ല. അപ്പോൾ അങ്ങനെ 2 പേപ്പർ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് സിമ്മിൽ വേണം ഇടാൻ. സിമ്മിലാണ് ഇടേണ്ടത്. അതാണ് ഞാൻ ആ ഗ്യാസ് ഫ്ലെയിം അങ്ങനെ കാണിച്ചു തന്നെ കേട്ടോ. സിമ്മിലിട്ടിട്ട് ഒരു 10-20 മിനിറ്റ് ദമ്മിട്ട് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ദമ്മ് പൊട്ടിക്കുന്ന സീനാണ് ഗൈസ് കാണുന്നത്. നല്ല മണമായിരുന്നു കേട്ടോ. അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് ദമ്മ് പൊട്ടിക്കുമ്പോൾ ഉള്ളൊരു മണം എന്ന് പറയണത്. എന്നിട്ട് ഇതാ നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ടായിരുന്നു. എന്താ അതിനെ നമ്മളൊന്ന് മിക്സ് ചെയ്യാണ്. ഇനി ഞങ്ങൾക്ക് ഇതിലോട്ട് ഞങ്ങൾ ചെറിയൊരു പണിയും കൂടി ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൈനാപ്പിൾ എസൻസും കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യണവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ഞങ്ങൾ ആഡ് ചെയ്തു. ജസ്റ്റ് ആ മണം കിട്ടണമെന്ന് നല്ലതല്ലേ. അങ്ങനെ അത് ആഡ് ചെയ്തതിൻ്റെ മഞ്ഞ നിറമാണ് കാണുന്നത്. അതിന് ശേഷം നമ്മൾ അടിയിലാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കിടക്കണേ. നല്ലോണം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതാ ചിക്കൻ, റൈസ്, നല്ല ബിരിയാണി ആയിരുന്നു. ഇത് മീൻ വറുത്തതും. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.